സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ അക്യൂറി സോൾട്ടിന്റെ ഡോസേജിനെ കുറിച്ചാണ്. അപ്പോഴേക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ 41ഉം അതേപോലെ തന്നെ വീഡിയോ 42ഉം കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് നമ്മൾ കോർ ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയുണ്ട്. അതായത് നമ്മുടെ പ്ലാന്റ് ടാങ്കിനകത്ത് അക്യൂറി സോൾട്ട് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോയെന്ന്. ഇൻ റിയാലിറ്റി പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്ന അക്യൂറിയത്തിനകത്ത് സോൾട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അതേസമയത്ത് നമ്മളെ പ്ലാന്റ് ടാങ്കിനകത്തുള്ള പ്രധാന ശത്രു എന്ന് പറയുന്ന സ്നെയിൽസ് ആയിരിക്കും. ആ ഒരു റീസൺ കൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ നമുക്ക് സ്നെയിൽസിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അക്യൂറിയം സോൾട്ട് ഉപയോഗിക്കാം. പക്ഷേ അവിടെയും നമുക്ക് ഒരു ലോജിക് ഉപയോഗിക്കണം. നമ്മൾ ഒരിക്കലും നമ്മളെ ഷോർട്ട് ടാങ്കിനകത്തോട്ട് ഡയറക്റ്റ് സോൾട്ട് മിക്സ് ചെയ്യുകയും ചെയ്യരുത്. നമ്മൾ ഷോർട്ട് ടാങ്കിനകത്ത് പ്ലാന്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് അതിന് ഒരു 1.5 ലിറ്ററെങ്കിലും വെള്ളം കൊള്ളുന്ന ഒരു പാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബക്കറ്റ് എടുക്കുക. ആ ബക്കറ്റിനകത്ത് നമ്മൾ 1 കപ്പ് അക്യൂറിയം സോൾട്ട് മിക്സ് ചെയ്യുക. അത് നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള അക്യൂറിയം പ്ലാന്റ്സിനെ ഈ ഒരു ലായനിയിൽ നമ്മൾ ഡിപ്പ് ചെയ്യണം. നമ്മൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, പ്ലാന്റ്സിന്റെ വേര് ഒരിക്കലും അക്യൂറിയം സോൾട്ടുമായിട്ട് കോൺടാക്ട് വരാൻ പാടില്ല. 1.5 ലിറ്റർ വെള്ളത്തിനകത്ത് 1 കപ്പ് എന്ന് പറയുമ്പോഴേക്കും അത് ഹൈ കോൺസെൻട്രേറ്റഡ് ആണ്. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള സ്നെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഈ ഒരു 30 മിനിറ്റ്സിൻ്റെ ടൈം കൊണ്ട് തന്നെ ഡീഹൈഡ്രേറ്റ് ആയതിനു ശേഷം ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ അക്വേറിയം സ്നെയിൽസിൻ്റെ മുട്ട അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും ഇതേപോലെ ഓസ്മോസിസിൻ്റെ ഭാഗമായിട്ടും എഗ്ഗും ഡീഹൈഡ്രേറ്റ് ആവും. അപ്പോഴേക്കും നമ്മൾ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി മിനിമം 30 മിനിറ്റ്സ് എങ്കിലും ടൈം ഫ്രെയിം കൊടുക്കണം. നമ്മുടെ അക്വേറിയത്തിനകത്ത് ഉപയോഗിക്കുന്ന ഫ്രഷ് വാട്ടർ ഉപയോഗിച്ചിട്ടും ഈ പ്ലാന്റ്സിനെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ മെയിൻ ടാങ്കിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ ഒരു പ്രോസസ്സ് കേൾക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും തോന്നാം നമ്മൾ അങ്ങനെയല്ലല്ലോ സാധാരണ ചെയ്യുന്നത്. നമ്മൾ പ്ലാന്റ് ടാങ്ക്സ് ഉണ്ടെങ്കിലും അതിനകത്ത് ഡയറക്റ്റ് സോൾട്ട് ഉപയോഗിക്കാറുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന്. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഫർദർ ചിന്തിക്കാതെ നമ്മളെ കൂട്ടുകാരനോ അതേപോലെ വേറെ ആരെങ്കിലും പറഞ്ഞതിന് ശേഷം നമ്മൾ ബ്ലൈൻഡ്ലി സോൾട്ട് ഉപയോഗിക്കുകയാണ്. നമുക്ക് അല്പം ലോജിക്ക് ഉപയോഗിച്ചിട്ടും ഈ ഒരു പ്രശ്നത്തിന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നമ്മളൊരു പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് 95% സെനാരിയോയിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രഷ് വാട്ടർ പ്ലാന്റ്സ് ആയിരിക്കും. നമ്മൾ പല ഫ്രഷ് വാട്ടർ പ്ലാന്റ്സിനും ചെറിയൊരു സോൾട്ട് ടോളറൻസ് ഉണ്ട്. അപ്പോഴേക്കും നമുക്ക് ഒരു ഫെയർ ഡീൽ എന്ന നിലയിൽ നമ്മൾ അക്വേറിയം പ്ലാന്റ്സിൽ ഒരു 50% പ്ലാന്റ്സിനും സോൾട്ട് ടോളറൻസ് ഉണ്ടെന്ന് കൂട്ടുക. അതേ സമയത്ത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള അക്വേറിയം പ്ലാന്റ്സും കാണും. നമ്മൾ ഏതെങ്കിലും ഒരു അക്വേറിയം ഷോപ്പിൽ ചെന്ന് നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ അതിനെ പർച്ചേസ് ചെയ്യുകയും നമ്മൾ അതിനെ വീട്ടിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. നമ്മൾ അതിൻ്റെ സോൾട്ട് ടോളറൻസിൻ്റെ ലെവലോ ഒന്നും തന്നെ നോക്കാറില്ല. പലപ്പോഴും സംഭവിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ പ്ലാന്റ് മാത്രം നമ്മുടെ അക്വേറിയത്തിനകത്ത് ഗ്രോ ആവത്തില്ല. അത് പതുക്കെ ഫെയ്ഡ് ആവുന്ന സമയത്ത് നമ്മൾ അതിനെ എടുത്ത് പുറത്ത് കളയുന്നു. പക്ഷേ ഒരു 90% സെനാരിയോയിലും ആ ഒരു പ്ലാന്റ്സിൽ നടക്കുന്നത് അതിന് ലെസ് സോൾട്ട് ടോളറൻസ് ആയിരിക്കും. അതേ സമയത്ത് നമ്മുടെ അക്വേറിയത്തിനകത്ത് സലിനിറ്റിയുടെ അളവ് വളരെ കൂടുതലായിരിക്കും. ഈ ഒരു പെർട്ടിക്കുലർ റീസൺ കൊണ്ട് മാത്രമായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ പ്ലാന്റ് നശിച്ചു പോകുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു കാര്യം ഒരിക്കലും ചിന്തിക്കത്തേയില്ല. ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് തന്നെ എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന പല ആളുകളും വർഷങ്ങൾ കൊണ്ട് അവരുടെ പ്ലാന്റ് ടാങ്ക്സിനകത്ത് സോൾട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇതൊരു പ്രശ്നം വന്നിട്ടില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അത് ഒരു പരിധിവരെ ശരിയാണ്, ഞാൻ ഒരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല. അത് ആ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിൻ്റെ സോൾട്ട് ടോളറൻസ് അക്സെപ്റ്റബിൾ ലെവലിൽ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അറ്റ് പ്രസൻറ്റ് പ്രശ്നം വരാതിരിക്കുന്നത്. അപ്പം നിങ്ങളെ ടാങ്ക് സോൾട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുക. അതേ സമയത്ത് നിങ്ങൾ അക്വേറിയം ഹോബിയിൽ പുതുതായിട്ടും വരുന്ന ഒരാളാണ്, നിങ്ങൾക്ക് പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടാങ്കിനകത്ത് പരമാവധി സോൾട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അക്വേറിയം സോൾട്ടിൻ്റെ പെർസെൻറ്റേജ് നമ്മുടെ ടാങ്കിനകത്ത് ഓവർ ദ പീരീഡ് ഓഫ് ടൈം അത് കൂടി വരികയും അത് നമ്മളൊരു ലോങ് റണ്ണിൽ നമ്മളെ ടാങ്കിനകത്ത് ഗുണത്തേക്കാളേറെ ദോഷം മാത്രമേ ചെയ്യത്തുള്ളൂ. അതേപോലെ തന്നെയാണ് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കുന്ന അക്വേറിയം ഫിഷുള്ള ടാങ്കിൽ നമ്മൾ സോൾട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം നമ്മൾ നേരത്തെ സ്നെയിൽസിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു, നമ്മുടെ അക്വേറിയം പ്ലാന്റ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന സ്നെയിൽസിൻ്റെ മുട്ടകളെ നശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ സോൾട്ടിൻ്റെ ലായനിയിൽ മുക്കി വയ്ക്കണമെന്ന്. ആ സമയത്ത് ഓസ്മോസിസിൻ്റെ ഭാഗമായിട്ടും അക്വേറിയം പ്ലാന്റ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന മുട്ടകളെല്ലാം തന്നെ ഡീഹൈഡ്രേറ്റഡ് ആവുകയും അങ്ങനെ ആ ഒരു മുട്ട നശിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പം ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മുടെ അക്വേറിയം ഫിഷിൻ്റെ എക്സിലും സംഭവിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ സോൾട്ട് ഉപയോഗിക്കുന്ന ടാങ്കിനകത്ത് ഏഞ്ചൽ ഫിഷ്, അതേപോലെ തന്നെ ഓസ്കാർ, അതേപോലെ തന്നെ കോൺവിറ്റ് സിക്ലസ് ഇതിൻ്റെ ഒന്നും ബ്രീഡിങ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് അക്വേറിയം സോൾട്ടാണ്. അതുകൊണ്ട് ആ ടാങ്കുകളിൽ നിന്നും സോൾട്ട് നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇനി നമുക്ക് അക്വേറിയം സോൾട്ടിൻ്റെ ഡോസേജിലോട്ട് പോവാം. അക്വേറിയം സോൾട്ടിൻ്റെ ഡോസേജ് ഓൾവേസ് ട്രിക്കിയാണ്. ആരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും ഓരോ ആളുകളും ഓരോരോ അളവിലായിരിക്കും പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോസ് അല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് 1 ടേബിൾ സ്പൂൺ അക്വേറിയം സോൾട്ട് അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ സോൾട്ട് ഉപയോഗിക്കാനായിരിക്കും. ഒരാളും അതിൻ്റെ ആക്ച്വൽ മെഷർമെൻറ്റ് പറയാറില്ല.
അപ്പോഴേക്കും എത്ര ഗ്രാമാണ് ഒരു ടേബിൾ സ്പൂൺ എന്ന് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത്രത്തോളം നല്ലതാണ്, അത്രത്തോളം നമുക്ക് ഹെഡ് ഏക്ക് കുറഞ്ഞിരിക്കും. ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 21.25 ഗ്രാംസ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്കതിനെ ഒരു ഫെയർ കാൽക്കുലേഷനിൽ 20 ഗ്രാംസ് എന്ന് പറഞ്ഞ് റൗണ്ട് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് 20 ഗ്രാംസ് അക്വേറിയം സോൾട്ട് ആയിരിക്കും അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ അക്വേറിയം സോൾട്ട് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സോൾട്ടിന്റെ ക്വാണ്ടിറ്റി 1 ഗ്രാമെങ്കിൽ 1 ഗ്രാം അത്രത്തോളം കുറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഫിഷിന്റെ ഓവറോൾ ഹെൽത്തിന് ഏറ്റവും നല്ലത്. നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ആഫ്രിക്കൻ സിക്ലിഡ്സ് ആണ്. അതേപോലെ തന്നെ അതിനകത്ത് ഏതെങ്കിലും 2 മെയിൽസ് തമ്മിൽ ഫൈറ്റ് ആയതിനു ശേഷം ഏതെങ്കിലും ഒരു വീക്ക് ആയിട്ടുള്ള ഫിഷിന് ഇഞ്ചുറി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫിഷിനെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിനെ ഒരു ട്രീറ്റ്മെന്റ് ടാങ്കിനകത്തോട്ട് മാറ്റണം. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ഫിഷിനെ ട്രീറ്റ് ചെയ്യുന്ന കാര്യമാണ് ആ ടാങ്കിനകത്ത് 10 ലിറ്റർ വെള്ളം നിറയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 3 ഗാലൻ വാട്ടർ. അതിനുശേഷം നമ്മൾ 1 ടേബിൾ സ്പൂണാണ് നമ്മൾ സോൾട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോഴേക്കും നമ്മൾ അക്വേറിയം സോൾട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളുടെ അക്വേറിയം ഫിഷിന്റെ ബോഡിയിൽ സ്ലൈം കോട്ട് ഉണ്ട്. നമ്മൾ പലപ്പോഴും അക്വേറിയം ഫിഷിനെ കയ്യിലെടുക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് അത് വഴുതിപ്പോയെന്ന്. സ്ലൈം കോട്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അക്വേറിയം ഫിഷിന്റെ ബോഡിയിലുള്ള ആ ഒരു ഗ്രീസി ലെയറിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ട്രീറ്റ്മെന്റ് ടാങ്കിനകത്ത് ഈ ഒരു ഇഞ്ചേർഡ് ആയിട്ടുള്ള ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം നമ്മൾ അക്വേറിയം സോൾട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു സ്ലൈം കോട്ടിൽ ചെറുതായിട്ടും ഒരു ഇറിറ്റേഷൻ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്ലൈം കോട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. സ്ലൈം കോട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എവിടെയാണോ ഇഞ്ചുറി വന്നിട്ടുള്ള ആ ഒരു ഏരിയയും കൂടെ സ്ലൈം കോട്ട് കവർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫോറിൻ ബോഡിക്കും അതേപോലെ തന്നെ ബാക്ടീരിയാസിനും ഓപ്പണിംഗ് വൂണ്ട് വഴി ഇഞ്ചേർഡ് ആയിട്ടുള്ള ഫിഷിന്റെ ബോഡിയിൽ ഫോറിൻ പാർട്ടിക്കിൾസിനും അതേപോലെ തന്നെ ബാക്ടീരിയാസിനും എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റത്തേയില്ല. അതുകൊണ്ട് തന്നെ ഫിഷിന്റെ ഓവറോൾ ഇമ്മ്യൂണിറ്റിയെ അത് കോംപ്രമൈസ് ചെയ്യത്തുമില്ല. അപ്പോഴേക്കും നമ്മൾ ഇതേപോലത്തെ ഇഞ്ചേർഡ് ആയിട്ടുള്ള ഒരു ഫിഷിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ട്രീറ്റ്മെന്റ് ടാങ്കും വേണം, അതേപോലെ തന്നെ ക്വാറന്റൈൻ ടാങ്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഐസൊലേഷൻ ടാങ്ക് നമ്മുടെ കയ്യിൽ വേണം. കാരണം ആ ഇഞ്ചേർഡ് ആയിട്ടുള്ള ഫിഷിന് നമ്മൾ എല്ലാ ദിവസവും ഒരു 30 മിനിറ്റ്സിന്റെ സോൾട്ട് ബാത്ത് വേണം കൊടുക്കാൻ. അല്ലാതെ ആ ഇഞ്ചേർഡ് ആയ ഫിഷിന് ഒരു ക്വാറന്റൈൻ ടാങ്കിനകത്ത് മാറ്റിയതിന് ശേഷം അതിനകത്ത് സോൾട്ട് ഉപയോഗിച്ച് അടുത്ത 5 to 10 ഡേയ്സ് ആ ഒരു ടാങ്കിനകത്ത് കീപ്പ് ചെയ്യല്ല ചെയ്യേണ്ടത്. അതിൽ സോൾട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇഞ്ചേർഡ് ആയിട്ടുള്ള ഫിഷിന്റെ സ്ട്രെസ് ലെവൽ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 30 മിനിറ്റ്സിന്റെ സോൾട്ട് ബാത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സ്ട്രെസ് റിലീവിങ്ങിന് വേണ്ടി ഒരു ഐസൊലേഷൻ ടാങ്കിനകത്ത് അതിനെ കീപ്പ് ചെയ്യണം. ഈ രീതിയിൽ ഫിഷ് ഫുള്ളി ഹെൽത്തി ആവുന്നവരെ, അതായത് ഏകദേശം 5 to 10 ഡേയ്സ് നമ്മൾ ഈ ഒരു ക്വാറന്റൈൻ ടാങ്കിനകത്ത് കീപ്പ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും സോൾട്ട് ബാത്തും കൊടുക്കണം. അതിനുശേഷം ആ ഇഞ്ചേർഡ് ആയിട്ടുള്ള ഫിഷ് ഫുള്ളി റിക്കവർ ആയതിനു ശേഷം മാത്രം നമ്മൾ മെയിൻ ടാങ്കിനകത്തോട്ട് റീഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ ഈ ഒരു സിനാരിയോയിൽ മനസ്സിലാക്കേണ്ടത് അക്വേറിയം സോൾട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഫിഷിന്റെ പുറത്തുള്ള സ്ലൈം കോട്ടിനെ അത് ഇറിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ സ്ലൈം കോട്ട് എന്നുള്ളത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഏത് ഫിഷിനെ കയ്യിലെടുത്തു കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ കൊഴുകൊഴുപ്പ് ഫീൽ ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ആ മീൻ വഴുതി പോകുന്നു. അത് ആ ഒരു സ്ലൈം കോട്ട് ഉള്ളത് കൊണ്ടാണ്. ഈ ഒരു സിനാരിയോയിൽ നമ്മൾ സ്ലൈം കോട്ടിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ സ്ലൈം കോട്ട് അക്വേറിയം സോൾട്ടിന്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടും ഫിഷിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യും. സ്ലൈം കോട്ടിന്റെ ഓവർ പ്രൊഡക്ഷൻ ആണ് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ ഫിഷിനെ ഇഞ്ചുറീസ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഫർദർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവാതെയും പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടെ കൂടിയ ഒരു സെനാരിയോയിലോട്ട് പോവാം. അത് നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന ഇച്ച് അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് സ്പോട്ട് ഡിസീസ് ആണ്. മഴക്കാലത്ത് നമ്മളെ ടാങ്കിനകത്തുള്ള വാട്ടർ പാരാമീറ്റേഴ്സിലുള്ള വേരിയേഷനും അതേപോലെ തന്നെ pHയിലുള്ള വേരിയേഷനും അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ഓൺ ആയിട്ടും വാട്ടർ ടെമ്പറേച്ചറിനകത്തുണ്ടാകുന്ന വേരിയേഷനും കൂടെ ഒരുമിച്ച് ആഡ് ഓൺ ചെയ്യുന്ന സമയത്ത് ആ ടാങ്കിനകത്ത് വലിയൊരു സ്ട്രെസ് ഉണ്ടാവും. അപ്പം ഈ 3 ഫാക്ടേഴ്സും കൂടെ ഒരുമിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മളുടെ അക്വേറിയം സെറ്റപ്പിനകത്ത് വൈറ്റ് സ്പോട്ട് ഡിസീസ് അല്ലാന്നുണ്ടെങ്കിൽ ഇച്ച് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോഴേക്കും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ ടാങ്കിനകത്തുള്ള മുഴുവൻ മീനുകളെയും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ക്വാറന്റൈൻ ടാങ്കിനകത്തോട്ട് മാറ്റുക. അതിനുശേഷം ഏത് ടാങ്കിനകത്താണോ നമ്മൾ വൈറ്റ് സ്പോട്ടിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടത് ആ ടാങ്കിനകത്തുള്ള ഫുൾ വാട്ടറും ചേഞ്ച് ചെയ്തതിന് ശേഷം അതിനെ അറ്റ്ലീസ്റ്റ് 1 ഡേ എങ്കിലും നമ്മൾ ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യുക. അതിനുശേഷം അതിനകത്ത് പുതിയ വെള്ളം ഒഴിച്ചതിന് ശേഷം അടുത്ത 10 ഡേയ്സ് ആ ടാങ്കിനകത്ത് നമ്മൾ വേറെ മീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. നോർമൽ കണ്ടീഷനിൽ നമ്മൾ വൈറ്റ് സ്പോട്ട് അതേപോലത്തെ എന്ത് ഫിഷ് ഡിസീസിൻ്റെ പാരസൈറ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് 7 ഡേയ്സ് ആണ്. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മൾ 10 ഡേയ്സ് എന്നുള്ള ഒരു ടൈം ഫ്രെയിം കൊടുക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ആ ടാങ്കിനകത്തുള്ള പാരസൈറ്റ്സ് അത്രയും തന്നെ അതിൻ്റെ ഫുഡ് സോഴ്സും അതേപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മീഡിയ ആയിട്ടുള്ള ഫിഷും ഇല്ലാത്തത് കാരണം ചത്തുപോകും. അങ്ങനെ 10ാമത്തെ ദിവസം നമ്മൾ വീണ്ടും ഒരു വാട്ടർ ചേഞ്ച് ചെയ്യുക. അതിനുശേഷം മാത്രമേ നമ്മൾ പഴയ ഫിഷുകൾ ആ ടാങ്കിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. അപ്പോൾ നമ്മൾ മെയിൻ ഫിഷിനെ എല്ലാം നമ്മൾ ക്വാറന്റൈൻ ടാങ്കിനകത്തോട്ട് മാറ്റണമെന്ന് പറഞ്ഞിരുന്നു. വൈറ്റ് സ്പോട്ട് ഡിസീസ് വളരെ കണ്ടീജിയസ് ആയിട്ടുള്ളൊരു ഡിസീസാണ്. അപ്പോൾ നമ്മൾ ടാങ്കിനകത്ത് അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടാങ്കിനകത്തുള്ള മുഴുവൻ മീനുകളെയും ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം സമയം ലാഭിക്കാൻ വേണ്ടി പറ്റും.
അപ്പം ഏതെങ്കിലും ഒരു റീസൺ കൊണ്ട് നമ്മുടെ ടാങ്ക് സെറ്റപ്പിനകത്ത് വൈറ്റ് സ്പോട്ട് ഡിസീസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ അതായത് 20 ഗ്രാമിൻ്റെ സോൾട്ട് 7 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള കണക്കിൽ വേണം നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന സമയത്ത് നിങ്ങൾ പലർക്കും ചിരി വരാം. കാരണം നിങ്ങൾ ചിന്തിക്കുന്ന 1 ടേബിൾ സ്പൂൺ 7 ലിറ്ററിന് മതിയൊന്നായിരിക്കും. അപ്പോഴേക്കും എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു, നമ്മൾ നോർമൽ കണ്ടീഷനിൽ അക്വേറിയം സോൾട്ട് ഉപയോഗിക്കുകയും ചെയ്യരുതെന്ന്. ഞാൻ ആ ഒരു അസംഷനിലാണ് നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ അക്വേറിയത്തിനകത്ത് ഇതൊരു അക്വേറിയം സോൾട്ട് ഉപയോഗിച്ചിട്ടില്ല, നിങ്ങളുടെ ടാങ്കിനകത്ത് വൈറ്റ് സ്പോട്ട് ഡിസീസ് ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ സോൾട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഫിഷിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതൊരു ഷോക്ക് തന്നെയായിരിക്കും. അപ്പോഴേക്കും ഒരു 90% കേസിലും ഈ രീതിയിൽ നമ്മൾ സോൾട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു റിക്കവറിക്കുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ ഈ രീതിയിൽ 22 ഗ്രാം അല്ലെങ്കിൽ 20 ഗ്രാം 7 ലിറ്റർ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ഫിഷിൻ്റെ കണ്ടീഷനും വേഴ്സ് ആവത്തില്ല. അതേപോലെ തന്നെ നമ്മൾ സോൾട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ക്വാറന്റൈൻ ടാങ്കിനകത്തോട്ടല്ല സോൾട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ക്വാറന്റൈൻ ടാങ്കിനകത്ത് ഫിഷിനെ കീപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സോൾട്ട് ബാത്തിന് വേണ്ടി വേറൊരു ട്രീറ്റ്മെൻറ്റ് ടാങ്ക് കണക്ക് ഒരു ടാങ്ക് സെറ്റ് ചെയ്യുക. ആ ടാങ്കിനകത്ത് എവറി ഡേ 30 മിനിറ്റ്സ് എന്ന നിലയിൽ 10 ദിവസം നമ്മൾ ട്രീറ്റ് ചെയ്യുക. അങ്ങനെ ഈ ഒരു 10 ദിവസം കൊണ്ട് തന്നെ നമ്മളെ മെയിൻ ടാങ്ക് ടോട്ടലി ബാക്ടീരിയ ഫ്രീ ആയിരിക്കും. അതിനുശേഷം 10 ദിവസം ആവുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ് അതിന് ടോട്ടൽ റിക്കവറി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെയിൻ ടാങ്കിനകത്തോട്ട് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് പോവുക. അപ്പോഴേക്കും നമുക്ക് ഒരു നോർമൽ കണ്ടീഷനിൽ 6th ഡേ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടും, ഇതെങ്ങോട്ടാണ് പോകുന്നത്, ഈ ചികിത്സ ഫലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പോൾ 6th ഡേ ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ സോൾട്ട് അതായത് 22 ഗ്രാം അല്ലെങ്കിൽ 20 ഗ്രാം സോൾട്ട് 3 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ അടുത്ത 4 ദിവസത്തേക്ക് നമുക്ക് സോൾട്ട് ബാത്ത് കൊടുക്കേണ്ടത്. അവിടെ ഞാൻ വീണ്ടും എടുത്തു പറയാണ്, നമ്മൾ സോൾട്ട് ബാത്താണ് കൊടുക്കുന്നത്, അല്ലാതെ നമ്മൾ ക്വാറന്റൈൻ ടാങ്കിനകത്തോട്ട് ഡയറക്റ്റ് സോൾട്ട് ഇടുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഫിഷ് സോൾട്ട് വാട്ടറിൽ കിടക്കുന്നത് 30 മിനിറ്റ്സ് ആയിരിക്കും. അപ്പോഴേക്കും ഈ രീതിയിലുള്ള ഒരു വേരിയേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അക്വേറിയം സോൾട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം കിട്ടത്തുള്ളൂ. അങ്ങനെ 10th ഡേ ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൻറ്റിബയോട്ടിക്സിലോട്ട് തന്നെ പോകണം. അതേപോലെ തന്നെ ഞാൻ അക്വേറിയം സോൾട്ട് വേറൊരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അതായത് ഫിഷിൻ്റെ ക്വാറന്റൈനിന് വേണ്ടിയാണ്. നിങ്ങൾ എൻ്റെ അക്വേറിയം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കഴിഞ്ഞ ഏകദേശം 8-9 മാസം കൊണ്ട് ഞാൻ പുതുതായിട്ട് ഒരു മീനിനെ പോലും എൻ്റെ ടാങ്കിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു വേറൊരു ടാങ്കിൽ നിന്നും നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിഷിനെ 15 ഡേയ്സോളം ക്വാറന്റൈൻ ചെയ്യണം. ആ ഒരു ക്വാറന്റൈൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളുടെ മെയിൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ടാങ്കിനകത്തോട്ട് മാറ്റാവൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു പരിധി വരെ ഡിസീസസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ മിക്കവാറും മീൻ വാങ്ങുന്നത് ചിലപ്പോൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലോ ആയിരിക്കും. പക്ഷേ അത് ഞാനൊരു ബാച്ച് ആയിട്ട് ആയിരിക്കും വാങ്ങുന്നത്, അതും ഒരു ബ്രീഡറിൻ്റെ നിന്ന് തന്നെയായിരിക്കും വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനുശേഷം അതിന് അത്രയും ബാച്ചിൽ ഞാൻ ഒറ്റ ഷോട്ടിൽ 15 ഡേയ്സ് ക്വാറന്റൈൻ ചെയ്യുന്നു. അതിനുശേഷം മാത്രമേ നമ്മുടെ മെയിൻ ടാങ്കിനകത്തോട്ട് ഞാൻ മാറ്റാറുള്ളൂ. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആ ക്വാറന്റൈൻ ചെയ്യുന്ന സമയത്ത് ആ ടാങ്കിനകത്ത് നമ്മൾ അക്വേറിയം സോൾട്ട് ഉപയോഗിക്കണം. ഈ സമയത്ത് ഞാൻ ക്വാറന്റൈൻ ടാങ്കിനകത്ത് ഡയറക്റ്റ് സോൾട്ട് ഉപയോഗിക്കും. അതും 1 ടേബിൾ സ്പൂൺ 7 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിനായിരിക്കും. ആ ടാങ്കിനകത്ത് എത്ര ലിറ്റർ വെള്ളം ഉണ്ടോ അത്രയും ലിറ്റർ വെള്ളത്തിനകത്ത് ഞാൻ സോൾട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളും ഫിഷിനെ വാങ്ങുന്ന സമയത്ത് റാൻഡംലി വീക്ക്ലി അല്ലെങ്കിൽ ഡെയിലി പോയി നമ്മൾ മീൻ വാങ്ങുന്ന ഒരു കോൺസെപ്റ്റ് മാറ്റിവെച്ചതിന് ശേഷം നമ്മൾ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം വാങ്ങുക, അല്ലാന്നുണ്ടെങ്കിൽ എവറി 15 to 16 ഡേയ്സ് ഇടവിട്ടതിന് ശേഷം മാത്രം നമ്മൾ ഫിഷ് വാങ്ങുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് പോവുക. കാര്യം നമ്മൾ ഫിഷ് വാങ്ങുന്നതിലല്ല അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ സക്സസ്, നമ്മളെ ടാങ്കിനകത്ത് എത്രത്തോളം കാലം നമ്മൾ അക്വേറിയം ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ അതാണ് ഒരു സക്സസ്ഫുള്ളും അതേപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫിഷ് കീപ്പറിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റെക്കമെൻഡ് ചെയ്യുക. അപ്പം നമുക്ക് ഉടനെ തന്നെ പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു, ബൈ ഫോർ നൗ.